കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ക്ഷമം, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു വചനഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. യെരൂശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന് എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട്. അതിന് 5 മണ്ഡപം ഉണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്തൊരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവൻ ആയിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിൽ ഇറക്കുവാൻ ആരും ഇല്ല. ഞാൻ തനിയെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തുകൊണ്ട് നടന്നു. യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിൽ 33 അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 33 അത്ഭുതങ്ങളിൽ ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതം യെരൂശലേമിൽ നടന്നതായ അത്ഭുതമാണ്. അതിനു മുമ്പ് നമ്മൾ ധ്യാനിച്ചതായ അത്ഭുതങ്ങളിൽ പലതും ഗലീലിയ സമുദ്രതീരത്തും അതുപോലെ കവർണ്ണഹൂമിലും അതുപോലെ കാനാവെന്ന ഗ്രാമത്തിലും നടന്ന അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. ഇപ്പോൾ യേശുക്രിസ്തു യെരൂശലേമിലേക്ക് വന്നിരിക്കുന്നു. എന്നാൽ വളരെ ദുഃഖകരമായ, വേദനാജനകമായ കാര്യമെന്താണെന്ന് വെച്ചാൽ, യെരൂശലേമിലേക്ക് യേശുക്രിസ്തു എപ്പോൾ കടന്നു വന്നാലും എന്തുകൊണ്ടോ യേശുശലേമിലുണ്ടായിരിക്കുന്നതായ ശുശ്രൂഷകന്മാർ, ന്യായപ്രമാണ ഉപദേശകന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, ഇവർ യേശുക്രിസ്തു പ്രസംഗിക്കുന്നതായ സത്യങ്ങളെയും യേശു കർത്താവ് ചെയ്യുന്നതായ അത്ഭുതങ്ങളെയും അംഗീകരിക്കുന്നതിന് പകരമായി ഇവർ അതിനെ എതിർത്തിരുന്നു. അതായത് യേശുക്രിസ്തു യെരൂശലേമിലേക്ക് കടന്നുവരുന്ന ഓരോ പ്രാവശ്യവും പലതരത്തിലുള്ള എതിർപ്പുകളെ അവന് നേരിടേണ്ടതായിട്ട് വന്നിരുന്നു. താൻ ആരെയാണോ കൂടുതലായിട്ട് സ്നേഹിച്ചത്, ഏത് പട്ടണത്തെയാണോ അധികമായി സ്നേഹിച്ചിരുന്നത്, ആ പട്ടണത്തിലുള്ളതായ ആളുകൾ, മഹാപുരോഹിതന്മാർ, യേശുക്രിസ്തുവിനെ ഒരുപാട് എതിർത്തു. ഞാൻ വീണ്ടും പറയട്ടെ, എല്ലാവരും എന്നെ സ്നേഹിക്കണം, എല്ലാവരും എൻ്റെ നന്മയെ തിരിച്ചറിയണം, എല്ലാവരും എന്നോട് സഹകരിക്കണം, എല്ലാവരും എന്നോട് സമാധാനത്തോടെ ഇരിക്കണം എന്നാഗ്രഹിക്കുന്നത് തെറ്റല്ല. എന്നാൽ അതൊരിക്കലും നടക്കുന്ന കാര്യവും അല്ല. പ്രിയ സഹോദര, സഹോദരി, മനസ്സിലാക്കുക, നീ എത്ര നല്ലവനാണെങ്കിലും, എത്ര ആത്മീയതയുള്ളവനാണെങ്കിലും, എത്രത്തോളം ദൈവത്തെ സേവിക്കുന്നവനാണെങ്കിലും, എത്ര വലിയ ശുശ്രൂഷ ചെയ്യുന്നവനാണെങ്കിലും, നിന്നെ എതിർക്കുന്നവർ, നിന്നെ കുറ്റപ്പെടുത്തുന്നവർ, നിന്റെ നേരെ കല്ലെറിയുന്നവർ, നിന്നെ വിമർശിക്കുന്ന ആളുകൾ, നിന്നെക്കുറിച്ച് തെറ്റായി സംസാരിക്കുന്നവർ, നിനക്ക് വേണ്ടി കുഴികുഴിക്കുന്നവർ സാധാരണമായിട്ട് ഉണ്ടായിരിക്കും. ഇതാണ് സത്യം. അങ്ങനെയുള്ള സാഹചര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും നീ നിരാശപ്പെടരുത്. ആകുലതയ്ക്ക് ഇടം കൊടുക്കരുത്. എന്തിനാണ് അവർ എന്നെ കണ്ട് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ സംസാരിച്ചത്? എന്തുകൊണ്ടാണ് എന്നെ തെറ്റിദ്ധരിക്കാനിടയായത്? എന്തുകൊണ്ടാണ് എനിക്കെതിരായിട്ട് അവർ സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് എന്നെ വീഴ്ത്താൻ കുഴികൾ കുഴിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ്? ഞാൻ അവർക്കൊരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ, യാതൊരു അന്യായവും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രം ചെയ്യാനല്ലേ പരിശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ അവരെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുകയല്ലേ ചെയ്തത്, അവർ നന്നായിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയല്ലേ ചെയ്തത്, അവരുടെ നന്മയ്ക്ക് വേണ്ടി സഹായം ചെയ്യാൻ മാത്രമല്ലേ തുനിഞ്ഞുള്ളൂ. എങ്കിലും അവർ എനിക്കെതിരെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാണ് എനിക്കെതിരെ കെണികൾ ഒരുക്കുന്നത്? എന്തിനാണ്? ഇങ്ങനെ നീ എത്രയധികം ചോദ്യങ്ങൾ ചോദിച്ചാലും അതിനുള്ള ഉത്തരം നിനക്ക് ലഭിക്കുക ഇല്ല. എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്നും എല്ലാവരും അംഗീകരിക്കണമെന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അതൊരിക്കലും സാധ്യമാവുക ഇല്ല. യേശുക്രിസ്തുവിനെ പോലും എല്ലാവരും സ്നേഹിച്ചിരുന്നില്ല. നിങ്ങൾക്കൊരു കാര്യമറിയാമോ? ലോകത്തിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകരക്ഷകൻ ആരാണെന്ന് അറിയാമോ? ഉറക്കെ പറയുക, കർത്താവായ യേശുക്രിസ്തു. അതുപോലെ ലോകത്തിൽ ഏറ്റവും അധികം വിദ്വേഷിക്കപ്പെടുന്ന ദൈവമാരാണെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവാണ്. ചില വീടുകളിൽ ആരെക്കുറിച്ച് സംസാരിച്ചാലും ശരി, ഭർത്താവ് അതൊന്നും കണക്കിടില്ല. എന്നാൽ ഭാര്യ പറയുകയാണ്, നോക്ക്, യേശുക്രിസ്തുവിനെ എന്താണ് കർത്താവായ, മിണ്ടരുത്, ആ പേര് ഉച്ചരിക്കാൻ പോലും അനുവദിക്കില്ല. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടതാണ്. ഏത് പുസ്തകം വായിച്ചാലും ശരി,
ആരും മൈൻഡ് ചെയ്യില്ല. എന്നാൽ അബദ്ധത്തിൽ വേദപുസ്തകം വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ, അബദ്ധത്തിൽ ബൈബിൾ ഭാര്യ ഒന്ന് തുറക്കുകയാണെങ്കിൽ, പിന്നെ വീട്ടിൽ ബഹളമാണ്. ആരെക്കുറിച്ച് സംസാരിച്ചാലും വീട്ടിലൊരു പ്രശ്നവുമില്ല. എന്നാൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് സംസാരിച്ചാൽ പിന്നപ്പോൾ കലഹമാണ്. എന്തുകൊണ്ടാണ് യേശുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത്രയ്ക്ക് കോപം? യേശു എന്ന് പറയുമ്പോൾ എന്തിനാണ് വിദ്വേഷമുണ്ടാകുന്നത്? പറഞ്ഞല്ലോ, ഈ ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ആരാധിക്കുന്നവനായ ദൈവം ആരാണെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവാണ്. അതേ സമയത്ത് ഏറ്റവും അധികം വിദ്വേഷിക്കപ്പെടുന്ന, ദുഷിക്കപ്പെടുന്ന ദൈവം ആരാണെന്നറിയാമോ? യേശുക്രിസ്തുവാണ്. എന്താണ് മനസ്സിലായത്? യേശുക്രിസ്തുവിനെ പോലും എല്ലാവരും അംഗീകരിക്കാതിരുന്നപ്പോൾ അവനെ ആരാധിക്കുന്ന നിന്നെ എങ്ങനെയാണ് എല്ലാവരും അംഗീകരിക്കുന്നത്? യേശുവിനെ പോലും എല്ലാവരും സ്നേഹിച്ചിരുന്നില്ല. അപ്പോൾ നിന്നെ എല്ലാവരും സ്നേഹിക്കുമോ? അതുകൊണ്ട് എല്ലാവരും സ്നേഹിക്കണം, അംഗീകരിക്കണം എന്നൊരിക്കലും ആഗ്രഹിക്കരുത്. എല്ലാവരും നിന്നെ മനസ്സിലാക്കണമെന്നും നീ ആഗ്രഹിക്കരുത്. അതൊരിക്കലും നടക്കില്ല. അത് മാത്രമല്ല, നീ എത്ര ആത്മീയതയിൽ ജീവിച്ചാലും, എത്ര സ്നേഹം പങ്കുവച്ചാലും, നിന്നെ നിന്ദിക്കുകയും നിന്നെ അപമാനിക്കുകയും നിന്നെ ഒറ്റപ്പെടുത്തുകയും നിനക്കെതിരായി കെണികളൊരുക്കുകയും ചെയ്യുന്നവർ എപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും. അവരെന്തോ പറഞ്ഞു, എന്തോ കുറ്റപ്പെടുത്തി എന്ന് വിചാരിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ഒരിക്കലും നിരാശയ്ക്കോ ദുഃഖത്തിനോ ഇടം കൊടുക്കരുത്. അവനൊരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു, എങ്കിലും നല്ല മനസ്സാക്ഷി ഉള്ളവനായിരുന്നു. അവൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ ഇടയായി. ആ പെൺകുട്ടിയെ സ്നേഹിച്ച സമയത്ത് പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നാണല്ലോ നീ പറയുന്നത്. എന്നാൽ നിനക്കൊരു കാര്യം അറിയാമോ? എന്താണ്? നീ അധ്വാനിച്ചുണ്ടാകുന്ന 1 മാസത്തെ ശമ്പളം എൻ്റെ ഒരു ദിവസത്തെ ചെലവിന് പോലും തികയുകയില്ല. അത്രയ്ക്ക് ധനികയാണ് അവൾ. എന്നെപ്പോലെ ധനികയായൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് എങ്ങനെ നിനക്ക് വിവാഹം കഴിക്കാൻ കഴിയും? എൻ്റെ ഒരു ദിവസത്തെ ചെലവിന് പോലുമുള്ള പണം നിനക്കുണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിന്റെ നിലയിൽ ഉള്ളതായ പെൺകുട്ടിയെ നീ സ്നേഹിക്കുക. എന്നെ ശല്യപ്പെടുത്താൻ വരേണ്ട, പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ താൻ സ്നേഹിച്ചതായ പെൺകുട്ടി തന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് ഡിപ്രഷനിലേക്ക് പോകാൻ കഴിയും, ആകുലപ്പെട്ട്, അല്ലെങ്കിൽ തൻ്റെ വിദ്യാഭ്യാസമോ ജോലിയൊക്കെ ഉപേക്ഷിച്ച് അലഞ്ഞു നടക്കാൻ ഇടയാകും. എന്നാൽ ആ പയ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ സ്നേഹത്തെ ഉപേക്ഷിച്ചതായ സമയത്ത് അവൻ ഡിപ്രഷനിലേക്ക് പോയില്ല. തൻ്റെ സ്നേഹത്തെ അവൾ തിരസ്കരിച്ചപ്പോൾ നിരാശയ്ക്കും ആകുലതയ്ക്കും ഇടം കൊടുത്തില്ല. അധ്വാനിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. കഷ്ടപ്പെട്ട് ഉയർന്നു വരുവാനായി പരിശ്രമം ചെയ്തു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ തൻ്റെ കൂടെ ജോലി ചെയ്യുന്നതായ ഒരു എംപ്ലോയിയെ റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണുവാൻ ഇടയായി. ആ എംപ്ലോയി കണ്ട സമയത്ത് അയാൾ ഓടി വന്നിട്ട്, സാർ, അങ്ങെന്തിനാണ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നത്? എനിക്ക് കുറച്ച് ആഹാരം കഴിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. ശരി സാർ, അങ്ങ് റെസ്റ്റോറൻറ്റിലേക്ക് വരേണ്ടതായ കാര്യമെന്താണ്? ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോരെ? എത്ര ആളുകൾ വേണമെങ്കിലും അങ്ങയുടെ ഓഫീസിലേക്ക് ആഹാരം കൊണ്ടുവന്ന് തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തുനിന്ന ഭാര്യയെ വിളിച്ചു. 1 നിമിഷം ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അയാളുടെ ഭാര്യയെ വിളിച്ചപ്പോൾ അവൾ ഇദ്ദേഹത്തെ കണ്ടുകൊണ്ട് അങ്ങനെ തന്നെ നിന്നുപോയി. എന്താണ് മിഴിച്ചു നിൽക്കുന്നത്? ഇദ്ദേഹം ആരാണെന്നറിയാം? 1000 കോടി ആസ്തിയുള്ളതായ കമ്പനിയുടെ ഒരു സിഇഒയാണ് അദ്ദേഹം. ഞങ്ങളുടെ ബോസ് ആണെന്ന് പറഞ്ഞു. അടുത്തു നിന്ന ഭാര്യ സ്തംഭിച്ചുപോയി അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണ് അങ്ങനെ നോക്കുന്നത്? ഇദ്ദേഹം ഞങ്ങളുടെ ബോസാണ്, സിഇഒയാണ്, വളരെ നല്ലവനാണ്. സാർ, എൻ്റെ ഭാര്യയാണ്. അങ്ങയുടെ കമ്പനിയിൽ ഞാൻ മാനേജറായി ജോലി ചെയ്യുന്നതെന്നറിഞ്ഞിട്ട്, മാനേജർ പോസ്റ്റ് നല്ല ശമ്പളമാണെന്ന് അറിഞ്ഞുകൊണ്ട് വിവാഹം കഴിച്ചു. എൻ്റെ ഭാര്യയാണ് എന്ന് പറയാനിടയായി. ആ ഭാര്യ മറ്റാരുമല്ല, ഈ സിഇഒയെ വേണ്ടെന്ന് പറഞ്ഞതായ പെണ്ണായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ തലകുനിച്ച് നിൽക്കാനിടയായി. അപ്പോൾ ആ ഭർത്താവ് അടുത്തുനിന്ന ഭാര്യയോട് ഇങ്ങനെ പറയുകയാണ്, നിനക്കൊരു കാര്യമറിയാമോ? ഞങ്ങളുടെ ബോസ് വളരെ നല്ലവനാണ്. ഇപ്പോൾ ഒരു വിവാഹം കഴിച്ചിട്ടില്ല. കാരണം എന്തെന്നറിയാമോ? ഏതോ ഒരു നന്ദികെട്ട പെണ്ണ് തൻ്റെ പ്രേമത്തെ തള്ളിക്കളഞ്ഞു. പണമില്ലാത്തതുകൊണ്ട് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞു. ആ അഹങ്കാരിയായ പെൺകുട്ടി ചെയ്തതായ പ്രവൃത്തി കാരണം ഇന്നും അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. ഇത്ര നല്ല ഒരു മനുഷ്യനെ നഷ്ടമാക്കിയല്ലോ. ആ ദുഷ്ട ആരാണെന്നറിയില്ല. അവളെ എങ്ങാനും എൻ്റെ കൺമുൻപിൽ കണ്ടാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട വാസ്തവം എന്താണെന്ന് വെച്ചാൽ, ഈ പയ്യൻ ഏതോ ഒരു പെൺകുട്ടി തൻ്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാന്തനായിപ്പോയില്ല. തൻ്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്തത്തെ, തൻ്റെ പണിയെയൊക്കെ മാറ്റിവെച്ചില്ല, കടമ മറന്നില്ല. പിന്നെ എന്താണ് ചെയ്തത്? കഷ്ടപ്പെട്ട്
ഉയർന്നു വന്നു, കഷ്ടപ്പെട്ട് ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു. ആരാണോ തള്ളിക്കളഞ്ഞത് ആ വ്യക്തി ഇവന്റെ മുൻപിൽ തലകുനിക്കുവാൻ ഇടയായി. പ്രിയ സഹോദര, സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരുണ്ടായിരിക്കാം, നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്നവരുണ്ടാകാം. പഠിക്കുന്നതായ നിന്നെ കണ്ടുകൊണ്ട് എന്തൊരു പഠിത്തം, എവിടം വരെ പോകാമെന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ തള്ളിക്കളഞ്ഞ് താഴ്ത്തിക്കെട്ടുവാൻ, നിന്ദിക്കുവാനൊക്കെ ഇടയാകും. നീ ചെയ്യുന്ന ജോലി കണ്ടുകൊണ്ട് നിന്നെ താഴ്ത്തിക്കെട്ടുന്നതായ ആളുകൾ ഉണ്ടായേക്കാം. അതുപോലെ നിന്റെ ആത്മീയത കണ്ടുകൊണ്ട് നിന്നെ കുറ്റപ്പെടുത്തുന്നതായ താഴ്ത്തിക്കെട്ടുന്നവരുണ്ടാകാം. നിന്റെ വ്യക്തിത്വം കണ്ടുകൊണ്ട് നിന്നെ നിന്ദിക്കുന്നവരുണ്ടാകാം. അല്ലെങ്കിൽ നിന്റെ സംസാര രീതി കണ്ടുകൊണ്ട് നിന്നെ കളിയാക്കുന്നവർ ഉണ്ടായേക്കാം. അങ്ങനെ നിന്റെ സംസാരം രീതി കൊണ്ടോ, നിന്റെ പഠനം കൊണ്ടോ, അല്ലെങ്കിൽ നിന്റെ ശരീരത്തിന്റെ രൂപത്തെ കണ്ടുകൊണ്ടോ നിന്നെ നിന്ദിക്കുന്നവർ ഉണ്ടായേക്കാം, മാറ്റി നിർത്തുന്നവരുണ്ടാകാം. അങ്ങനെ അവർ നിന്നെ നിന്ദിക്കുകയും നിന്നെ പരിഹസിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ, നിന്നെ താഴ്ത്തിക്കെട്ടുമ്പോൾ, നീ വളരെ വിഷാദത്തോടുകൂടി, വളരെ അപകർഷതാ ബോധത്തോടുകൂടി, ആകുലപ്പെട്ടുകൊണ്ട് ഇല്ലാത്ത രോഗങ്ങളൊക്കെ വരുത്തിവെച്ച് ഡിപ്രഷനിലേക്ക് പോയി മരിച്ചു പോകാം. അല്ലെങ്കിൽ ആരാണോ നിന്നെ ഉപേക്ഷിച്ചത്, നിന്നെ ചെറുതാക്കി കണ്ടത്, അവർ ലജ്ജിച്ച് തല കുനിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ സഹായത്താൽ ഉന്നതമായ സ്ഥാനത്തേക്ക് നിനക്ക് എത്താനും കഴിയും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയ മകനെ, മകളെ, കേൾക്കുന്നുണ്ടോ? ഈ ദിവസം ഇത് നിന്നോടാണ് ദൈവം സംസാരിക്കുന്നത്. നിന്നെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. ആരോട് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ്, നിന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, നിന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, നിന്നെ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടിങ്ങനെ ഡിപ്രഷനിലേക്ക് പോയി മാനസികമായി തകർന്ന് ഉറക്കഗുളികൾ കഴിച്ചുകൊണ്ട്, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്, മയക്കുമരുന്നുകളിലൊക്കെ ആശ്രയിച്ച് എന്തിനാണ് നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ഇല്ലാതെയാക്കുന്നത്? ആരാണോ നിന്നെ ഉപേക്ഷിച്ചത്? ആരാണോ മാറ്റി നിർത്തിയത്? ആരാണോ നിന്നെ അപമാനിച്ചത്? ആരാണോ നിന്നെ താഴ്ത്തിക്കെട്ടിയത്? അവർ ലജ്ജിക്കത്തക്ക രീതിയിൽ നീ വിജയം നേടിയെടുക്കുകയാണ്. അവർക്ക് കൊടുക്കാൻ കഴിയുന്ന വലിയ മറുപടി, അവരുടെ ചെകിടത്ത് നിനക്ക് അടിക്കുവാൻ കഴിയില്ല എങ്കിൽ നീ നിന്റെ ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നതാണ് ചെകിടത്തടിക്കുന്നതിന് തുല്യമായത്. അത് ചെയ്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ വിജയത്തെ നേടുക. അതല്ലാതെ ആരോ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട്, ആരോ നിന്നെ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട്, ആരോ നിന്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നീ ഭ്രാന്തനായാൽ, നീ പഠനം ഉപേക്ഷിച്ചാൽ, നീ നിന്റെ ജോലിയെ ഉപേക്ഷിച്ചാൽ, നീ മദ്യപിച്ച് നടന്നാൽ, നീ ദേശത്ത് അലഞ്ഞു നടന്നാൽ ആർക്കാണ് നഷ്ടം? നിനക്കാണ് നഷ്ടം. നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന നിന്റെ മാതാപിതാക്കൾക്കാണ് നഷ്ടം. നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഭാര്യയ്ക്കും മക്കൾക്കുമാണ് നഷ്ടം. അതുകൊണ്ട് ആരാണെങ്കിലും ശരി, എപ്പോഴെങ്കിലും നിങ്ങളെ നിന്ദിക്കുകയാണെങ്കിൽ, അപമാനിക്കുകയാണെങ്കിൽ, മാറ്റി നിർത്തുകയാണെങ്കിൽ, ഉപേക്ഷിക്കുകയാണെങ്കിൽ, എന്തെല്ലാം ചെയ്താലും നീ എന്തു ചെയ്യണമെന്നറിയാമോ? അവർ എന്തുകൊണ്ടാണോ നിന്നെ നിന്ദിച്ചത്, ഉപേക്ഷിച്ചത്, നിന്നെ അപമാനിച്ചത്, ആ കാര്യത്തിൽ തന്നെ അവർ ലജ്ജിക്കത്തക്ക രീതിയിൽ നീ ഉന്നത സ്ഥാനത്തെത്തിപ്പെടുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിനെ യെരുശലേം പട്ടണക്കാർ നിന്ദിച്ചു. അതുകൊണ്ട് മാത്രം അവൻ യെരുശലേമിൽ വരാതെയിരുന്നോ? യെരുശലേമിലുണ്ടായിരുന്ന മഹാപുരോഹിതന്മാർ ഓരോ വിഷയത്തിലും അവനെ കുറ്റപ്പെടുത്തി. അതുകൊണ്ട് മാത്രം അവൻ ശുശ്രൂഷ ഉപേക്ഷിച്ചു കളഞ്ഞോ? ഉപേക്ഷിച്ചു കളഞ്ഞില്ല. യേശുക്രിസ്തു യെരുശലേമിലേക്ക് എന്തിനാണ് വന്നത്? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. യേശു യെരുശലേമിലേക്ക് എന്തിനാണ് വന്നത്? ഉത്സവത്തിന്. വളരെ സന്തോഷം. ആ പട്ടണത്തിലെങ്ങും ഉത്സവത്തിന്റെ അന്തരീക്ഷം. അതിനുശേഷം യഹൂദന്മാരുടെ ഉത്സവം വന്നപ്പോൾ ആ ഉത്സവത്തിൽ യെരുശലേമിലേക്ക് വന്നു, യെരുശലേമിലേക്ക് കടന്നുപോയി. ദയവുചെയ്ത് കേൾക്കുക. യെരുശലേമിന്റെ 4 ദിക്കിലും ഉത്സവത്തിന്റെ അന്തരീക്ഷമാണ്. ഏത് വീട്ടിലും ഉത്സവത്തിന്റെ അന്തരീക്ഷം. ഉത്സവത്തിന്റെ അന്തരീക്ഷത്താൽ നിറഞ്ഞു കിടക്കുന്നതായ ഒരു കുടുംബത്തിൽ പോലും യേശുക്രിസ്തു അവരെ ദർശിക്കുവാനായിട്ട് കടന്നുപോയില്ല. പിന്നെ എവിടേക്കാണ് അവൻ പോയത്? ആ യെരുശലേമിൽ ബെഥേസ്ത എന്ന് വിളിക്കുന്ന സ്ഥലത്തൊരു കുളക്കടവുണ്ടായിരുന്നു. അവിടേക്കാണ് പോയത്. എന്തുകൊണ്ടാണ് ആ പട്ടണത്തിൽ എല്ലാവരും സന്തോഷിക്കുന്ന സമയത്ത്, എല്ലാവരും ഉത്സവത്തിന്റെ ആഘോഷത്തിമിർപ്പിലായിരിക്കുമ്പോൾ അവിടേക്കൊന്നും യേശുക്രിസ്തു പോകാതെയിരുന്നത്? യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് സന്തോഷിക്കുന്നവർക്ക് കൂടുതൽ സന്തോഷം കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് കണ്ണുനീരൊഴുക്കുന്നവരുടെ കണ്ണുനീരിനെ
തുടയ്ക്കാൻ വേണ്ടിയാണ് അവൻ ഇവിടേക്ക് വന്നത്. ആശ്രയമില്ലാതിരിക്കുന്നവർക്ക് താൻ തന്നെ ആശ്രയമായിരിക്കാനാണ് ഇവിടേക്ക് വന്നത്. എളിയവരെയും പാവപ്പെട്ടവരെയുമൊക്കെ ഉയർത്തുവാനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുവാനിടയായത്. അനാഥരായിട്ടുള്ള ആളുകളെ, വ്യാധികളാൽ അകറ്റി നിർത്തിയിരിക്കുന്നതായ ആളുകളെ ചേർത്ത് നിർത്തി അവരെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി തന്റെ സ്നേഹം കൊണ്ട് അവരുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. അന്നത്തെ വിചിത്രമായ കാര്യം എന്താണ്? യെരുശലേം മുഴുവനും ഉത്സവത്തിമിർപ്പിലായിരിക്കുമ്പോൾ യേശു ഉത്സവം ആഘോഷിക്കുന്നവരുടെ കൂടെ കൂടി സന്തോഷിക്കാനിടയായില്ല. ഒരു ഉത്സവം ആഘോഷിക്കാൻ കഴിയാതെ, സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ, യാതൊരു ആശ്വാസവും ലഭിക്കാതെ അനേകം ആളുകൾ ബെഥെസ്ദ എന്ന കുളക്കടവിൽ കാത്തുകിടക്കുന്നത് കണ്ടുകൊണ്ട് അവരുടെ മധ്യയിലേക്കാണ് പോയത്. ആരുടെ ഇടയിലേക്കാണ് പോയത്? സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, ശാന്തിയില്ലാതെ, സംതൃപ്തിയില്ലാതെ, ആരോഗ്യമില്ലാതെ, യാതൊരു ഗതിയുമില്ലാത്തതായ ആളുകളുടെ അടുക്കലേക്ക് യേശു കടന്നുപോയി. അതായിരുന്നു അവന്റെ പ്രത്യേകത. യെരുശലേമിൽ ബെഥെസ്ദ എന്ന ഒരു കുളക്കടവിന്റെ അരികിൽ, ആ കുളത്തിന് 5 മണ്ഡപങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് 5 മണ്ഡപങ്ങൾ? അവിടെ രോഗങ്ങളുള്ളതായ ആളുകൾ കിടക്കുകയാണ്. ഇപ്പോൾ യേശുക്രിസ്തു ആരുടെ അരികിലേക്കാണ് വന്നത്? ദുഃഖത്തിൽ ആയിരിക്കുന്ന ആളുകളുടെ അരികിലേക്ക്, വേദനയിലായിരിക്കുന്ന ആളുകൾ, വ്യാധിയിലായിരിക്കുന്ന ആളുകളുടെ അരികിലേക്ക് യേശു വന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ കണ്ണുകൾ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ, ആഘോഷത്തിമിർപ്പിലായിരിക്കുന്നവരുടെ, ഉല്ലാസത്തോടെ ആയിരിക്കുന്നവരുടെ മീതെയല്ല യേശുവിൻ്റെ കണ്ണെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നത്. യേശുവിൻ്റെ കണ്ണുകൾ എല്ലായ്പ്പോഴും ആരുടെ മീതെ ഉണ്ടെന്ന് അറിയാമോ? കഷ്ടതയിലായിരിക്കുന്നവരുടെ മേൽ, കണ്ണുനീർ താഴ്വരയിൽ കൂടി പോകുന്നവരുടെ മേൽ, ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്നവരുടെ മേൽ, വേദനയിൽ കൂടി കടന്നു പോകുന്നവരുടെ മേൽ, വിഷമത്തിൽ കൂടി പോകുന്നവരുടെ മേൽ, വ്യാധികൾ അനുഭവിക്കുന്നവരുടെ മേലാണ് എൻ്റെ കർത്താവായ യേശുവിൻ്റെ കണ്ണുകൾ എല്ലായ്പ്പോഴും ഉള്ളത്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതം സുഖത്തോടെ, സമ്പൽ സമൃദ്ധിയോടെ, വളരെ ആഘോഷത്തിമിർപ്പിൽ ആയിരിക്കുകയാണോ? ഒരുപാട് സമ്പത്തുകൾ ഉള്ളവരാണോ? അതോ കഷ്ടത കൊണ്ട്, നിരാശ കൊണ്ട്, വിഷമം കൊണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട് സങ്കടത്തോടെ, ആരോടും പറയാൻ കഴിയാത്ത ദുഃഖത്തിലാണോ? എങ്കിൽ കേൾക്കുക, ആരാണോ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്, ആരാണോ സങ്കടത്തിലായിരിക്കുന്നത്, ആരാണോ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി പോകുന്നത്, അവരുടെ മേലായിരിക്കും എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കണ്ണുകൾ ഉള്ളത്. എങ്കിൽ നിങ്ങൾക്കൊരു ശുഭവാർത്ത. ആരൊക്കെയാണ് ഇന്ന് കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നത്? ദേവദാസ, എൻ്റെ കഷ്ടത ശത്രുക്കൾക്ക് പോലും വരരുത്, ഇത്രയ്ക്ക് കഷ്ടതയാണ് അനുഭവിക്കുന്നത്. മറ്റൊരാൾ പറയുന്നു, എൻ്റെ ദുഃഖം ആരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ കഷ്ടത ആർക്കും അറിയില്ല, ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ആർക്കും അറിയില്ല, എൻ്റെ രോഗവിവരം ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് നീ വിചാരിക്കുന്നു. എന്നാൽ എൻ്റെ കഷ്ടത ആർക്കും അറിയില്ല, എൻ്റെ ദുഃഖങ്ങൾ ആരും അറിയുന്നില്ല, എൻ്റെ ഞെരുക്കങ്ങൾ ആർക്കും അറിയില്ല എന്ന് നീ വിചാരിക്കുന്നു. എന്നാൽ ഒരു കാര്യം നീ മറന്നിരിക്കുന്നു. എന്താണ്? യേശുക്രിസ്തു ഒരുപാട് കാലമായി നിന്നെ തന്നെ നോക്കുകയാണ്, നിന്നെ തന്നെ നോക്കുകയാണ്. നിന്റെ മേലാണ് അവൻ്റെ ദൃഷ്ടി മുഴുവനും. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിൽ 4 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. 4 മക്കളിൽ 3 പേരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു. എന്നാൽ ഒരു ചെറിയ പെൺകുട്ടി അല്ലെങ്കിൽ ചെറിയ ആൺകുട്ടിക്ക് ആരോഗ്യസ്ഥിതി വളരെ മോശമായിരിക്കുകയാണ്. എപ്പോഴും അമ്മയുടെ മനസ്സ് ഈ 4 കുട്ടികളിൽ ആരുടെ മേലായിരിക്കും? ഉറക്കെ പറയുക. ആരുടെ ആരോഗ്യസ്ഥിതിയാണോ മോശമായിരിക്കുന്നത്, ആ കുട്ടിയുടെ മേലായിരിക്കില്ലേ? ബാക്കിയുള്ള 3 പേരെ അത്രയും നോക്കില്ല. അമ്മേ, ചോറ് തരൂ, മേശയിൽ ആഹാരം വെച്ചിട്ടുണ്ട്, എടുത്തു കഴിക്കുക. അമ്മയ്ക്ക് വിളമ്പി തന്നുകൂടെ? അനുജന് സുഖമില്ല, അവനെൻ്റെ മടിയിലിരിക്കുന്നു, അതുകൊണ്ട് അവനെ എനിക്ക് നോക്കണം, നീ കഴിക്കൂ. 3 മക്കൾ ആവശ്യങ്ങൾ പറയുമ്പോൾ അവർക്ക് മറുപടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്ന തൻ്റെ ഇളയ കുട്ടിയെ തൻ്റെ മടിയിൽ വെച്ച് ആ കുഞ്ഞിന് ആവശ്യമുള്ളത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് 4 കുട്ടികൾ ഉണ്ടായിരിക്കുമ്പോൾ ആ അമ്മ ആരുടെ മേലാണ് പ്രത്യേക ശ്രദ്ധ വഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏതു കുട്ടിയാണോ ബലഹീനമായിരിക്കുന്നത്, ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്നത്, സങ്കടത്തിലായിരിക്കുന്നത്, മൂളുകയും ഞരങ്ങുകയും ചെയ്യുന്നത്, കണ്ണുനീരൊഴുക്കി കരയുന്നത്, ആ കുട്ടിയുടെ മേലല്ലേ അമ്മയുടെ മനസ്സ്? ഇന്ന് അങ്ങനെയുള്ള സ്ഥിതിയിൽ കൂടി നീ പോവുകയാണെങ്കിൽ നിനക്കൊരു ശുഭവാർത്ത. നിന്റെ മേലാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൃഷ്ടി മുഴുവനും. ആ ദിവസം പട്ടണം മുഴുവനും ആഘോഷത്തിമിർപ്പിലായിരുന്നപ്പോഴും യേശു അവരുടെ അരികിലേക്ക് പോയില്ല. എന്നാൽ എവിടെയാണോ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ,
ആരോഗ്യമില്ലാതെ ദുസ്ഥിതിയിൽ ആയിരിക്കുന്നത്, സന്തോഷവും സമാധാനവും സംതൃപ്തിയും അനുഭവിക്കുവാൻ കഴിയാതെ വീണുകിടക്കുന്നത്, അവിടേക്കാണ് യേശു വന്നത്. ഇന്ന് നമ്മുടെ മധ്യയിൽ ആരെങ്കിലുമുണ്ടോ? എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ കഷ്ടത, ഞാൻ അനുഭവിക്കുന്നതായ നിന്ന വേദന, അതാർക്കും അറിയില്ല. എൻ്റെ ഭർത്താവ് എന്നെ കാണുന്നില്ല, എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ സ്വന്തം മക്കൾ പോലും എന്നെ കാണുന്നില്ല, എൻ്റെ ജീവിതം ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് വിചാരിക്കുകയാണ്. എന്നാൽ നിന്റെ ഭർത്താവോ ഭാര്യയോ നിന്റെ സ്വന്തം മക്കളോ നിന്നെ കാണുന്നില്ലായിരിക്കാം. ഭർത്താവ് നിനക്ക് കരുതുന്നില്ല എങ്കിൽ, നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കുന്നില്ല എങ്കിൽ, നിന്റെ സ്വന്തക്കാർ പോലും നിന്നെക്കുറിച്ച് ആലോചിക്കാതെ ഒരു ഫോൺ ചെയ്ത് സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുക പോലും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ നിനക്കൊരു ശുഭവാർത്ത. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മഹാദൈവം അവനിതാ നിങ്ങളിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അവൻ നിന്നെ ശ്രദ്ധിക്കുകയാണ്, നിനക്കായി കരുതുകയാണ്. ഈ വാസ്തവത്തെ നീ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോൾ പറയട്ടെ, ലോകം മുഴുവനും നിന്നെക്കുറിച്ച് സംസാരിച്ചാൽ, നിന്റെ കാര്യങ്ങളിൽ അവർ നിന്നെ ആശ്വസിപ്പിച്ചാലും, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം നിനക്കായി കരുതുന്നില്ല എങ്കിൽ നിനക്ക് ഒരു മേന്മയും ഉണ്ടാകില്ല. ലോകം മുഴുവനും നിന്നെ ഒറ്റപ്പെടുത്തിയാലും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം നിന്റെ അടുത്തുണ്ടെന്നിരിക്കട്ടെ, അതിനേക്കാൾ വലിയൊരു ഭാഗ്യം മറ്റൊന്നും തന്നെയില്ല. ഈ ദിവസം ശ്രദ്ധിക്കുക, ദൈവ പൈതലായി ജീവിക്കുന്ന നീ, എൻ്റെ ഭർത്താവ് എന്നെ കരുതുന്നില്ല, എൻ്റെ ഭാര്യ എന്നെ കരുതുന്നില്ല, എൻ്റെ മക്കൾ എന്നെ കരുതുന്നില്ല, എൻ്റെ മരുമകൻ എന്നെ കരുതുന്നില്ല, എൻ്റെ മരുമകൾ എന്നെ കരുതുന്നില്ല, ഇങ്ങനെ ഒരുപാട് ചിന്തിച്ച് മനസ്സിൽ ദുഃഖം അനുഭവിക്കുന്നു. എന്നാൽ ഇന്നിവർ ഉണ്ടെങ്കിൽ നാളെ കാണില്ല. ആരാണ് ശാശ്വതം പറയുക? നിങ്ങളുടെ മകൾ ശാശ്വതമാണോ? മകൻ്റെ സ്നേഹം ശാശ്വതമാണോ? എൻ്റെ ഭാര്യ ശാശ്വതമാണോ? ഭർത്താവ് ശാശ്വതമാണോ? ആരും ശാശ്വതമല്ല. ഇന്നവർ ഉണ്ടായിരിക്കാം, നാളെ മാഞ്ഞു പോയേക്കാം. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളും ശാശ്വതമായവർ അല്ല. നീ മരിച്ചു പോയതിനു ശേഷം കുടിയൊന്നാൽ ഒരു 10 ദിവസം കരയും. ഈ കാലത്താണെങ്കിൽ 10 ദിവസം പോലും കരയില്ല. ആ ദിവസം നിന്നെ കരയുന്നത് ബുദ്ധിമുട്ടായിരിക്കുകയാണ്. നീ മരിച്ചു പോയതിനു ശേഷം അന്ന് കരഞ്ഞാൽ വലിയ കാര്യം, 2-3 ദിവസം കൂടെ കരഞ്ഞാൽ വലിയ കാര്യമാണ്. 4-മത്തേതോ 5-മത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ചോദിക്കും, എവിടാടാ ഈ ഫോട്ടോ കൊണ്ടിടുന്നത്? ഇവിടെ വെക്കണമോ അവിടെ വെക്കണമോ അവിടെ വെക്കണമോ എന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടെ വെക്കണമോ? ഓ അവിടെ വേണ്ടടാ. എന്നാൽ പിന്നെ ഇവിടെ വെക്കണമോ? ഇവിടെയും വേണ്ട. പിന്നെ അവിടെ വെക്കണമോ? എടാ ആ ഫോട്ടോയുടെ കാര്യം മാറ്റി വെക്കട്ടെ, വേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ഫോട്ടോ പോലും വയ്ക്കുകയില്ല. ബ്രദർ, മനസ്സിലാകുന്നുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ പൊന്നുമോളാണേ, എൻ്റെ പൊന്നുമകനാണേ, എൻ്റെ മകനാണേ, മകളാണേ, ഇങ്ങനെ മോനു വേണ്ടി മോൾക്ക് വേണ്ടി എല്ലുനുറുങ്ങി പണിയെടുത്ത് നിന്റെ ശരീരത്തെ, ആരോഗ്യത്തെ എല്ലാം നീ പണയം വെച്ച്, എൻ്റെ മോനാണ് മോനാണ്, മോളാണ് 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 എന്നൊക്കെ പറഞ്ഞിട്ട് നീ പോയതിനു ശേഷം ഫോട്ടോ വയ്ക്കാൻ പോലും അവർക്ക് പറയുക സമയം കാണില്ല. നീ പോയതിനു ശേഷം 10 ദിവസം കഴിഞ്ഞാൽ മറന്നുപോകും. പ്രിയ സഹോദരങ്ങളെ, ദയവിച്ചത് കേൾക്കുക. നീ മരിച്ച് 10 ദിവസത്തിന് ശേഷം സ്വന്തം മക്കൾ പോലും നിന്നെ മറന്നുപോകുമെന്നാൽ, നീ മരിച്ചതിന് ശേഷവും നിന്നെ മറക്കാതെ നിന്നെ അവൻ്റെ അരികിൽ ചേർക്കുന്നവനാണ് അവൻ, ഒരേയൊരുവൻ. അവൻ ആരാണ്? എൻ്റെ മകൻ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് തന്നെ പോകാൻ കഴിഞ്ഞില്ലെങ്കിലോ? മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ, എൻ്റെ മോൻ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുവെന്ന്? മക്കൾ സ്വർഗത്തിലേക്കല്ല, വൃദ്ധസദനത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാതിരുന്നാൽ മതി. ഓൾഡ് ഏജിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാതിരുന്നാൽ മതി. അടക്ക ശുശ്രൂഷകളെങ്കിലും നന്നായി ചെയ്താൽ മതി. എത്രയോ വൃദ്ധ മാതാപിതാക്കൾ വന്ന് കരയാറുണ്ട്. ദേവദാസ, ഒരു ഗ്യാരണ്ടിയുമില്ല. എന്താണ്? ഞാൻ മരിച്ചാൽ എൻ്റെ മകൻ വന്ന് എൻ്റെ അടക്കം നടത്തുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല. എനിക്ക് വാക്ക് തരാമോ ദേവദാസ? എനിക്കൊരു വാക്ക് തരാമോ? എന്താണ്? ഒരുപക്ഷെ ഞാൻ മരിച്ചു പോയാൽ നമ്മുടെ ദേവദാസന്മാരെ അയച്ച് എന്നെ ശവക്കല്ലറയിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോ? അമ്മേ, നിങ്ങൾക്ക് മക്കളില്ലേ? എന്തുകൊണ്ടില്ല? 3 മക്കളുണ്ട്. ഇപ്പോൾ തന്നെ അവർ പകുത്തെടുത്തു, എൻ്റെ സമ്പത്തെല്ലാം പകുത്തെടുത്തു. എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് അവർ പോയിരിക്കുന്നു. ഒരു പ്രാവശ്യം പോലും വന്നിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാകുന്നുണ്ടോ? ലോകത്തെ മുഴുവനും നിങ്ങൾക്ക് വേണമോ? ലോകം മുഴുവനും നിനക്ക് താങ്ങായി നിൽക്കണമോ? കേൾക്കുക, ലോകം മുഴുവനും നിനക്ക് താങ്ങായി നിന്നാലും സ്വർഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ കഴിയുന്നവൻ ഒരുവനെയുള്ളൂ. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ലോകം മുഴുവനും നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാലും നിനക്ക് താങ്ങായി നിൽക്കുന്നവൻ ഒരുവനെയുള്ളൂ. ആരാണ്? അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ നിന്റെ കൂടെ ഇരുന്നാൽ മതി. വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൻ പറയുകയാണ്, കൂടെയിരിക്കുക മാത്രമല്ല, നിന്നെ ഞാൻ എൻ്റെ കൈവെള്ളയിൽ വരച്ചിരിക്കുന്നു. എല്ലായ്പ്പോഴും ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഭൂമിയിലായിരിക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ നിന്റെ മേലാണ്. നീ ഭൂലോകത്തെ വിട്ടുപിരിഞ്ഞാലും ചേരുന്നത് അവനോടൊപ്പമാണ്.
അവനോടുള്ള സ്നേഹത്താൽ ഇഴുകിച്ചേർന്ന ശാശ്വതമായ ബന്ധത്തിൽ ഈ ഭൂമിയിൽ നീ സന്തോഷത്തോടെ ജീവിക്കുക. ലോകയാത്ര അവസാനിച്ച ശേഷം ആ കർത്താവ് തന്നെ നിന്നെ അവൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുക മാത്രമല്ല, അവനോടൊപ്പം നിനക്ക് എന്താണ്? ആഹാരം കഴിക്കാം. ഈ മഹാഭാഗ്യം എല്ലാ വ്യക്തികൾക്കും ഉണ്ടായിരിക്കട്ടെ. വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്നേഹവാനായ പിതാവേ, കർത്താവേ, എത്ര ശക്തമായ സന്ദേശമാണ് ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അറിയേണ്ടതായ ആത്മീയ പാഠങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചു തന്നുകൊണ്ട്, കർത്താവേ, നീ എത്ര നല്ലവനാണ്, എത്ര കരുണയുള്ള ദൈവമാണെന്നും നിന്റെ സ്നേഹം ഞങ്ങളോട് എത്ര വലിയതാണ് എന്ന് വളരെ അർത്ഥവത്തായ രീതിയിൽ ഞങ്ങളുടെ ഈ സന്ദേശത്തിൽ കൂടി പറഞ്ഞു തന്നതോർത്ത് നിന്നെ സ്തുതിക്കുന്നു. എപ്പോൾ നിന്റെ സന്നിധിയിൽ വന്നാലും, കർത്താവേ, ആലയത്തിൽ കടന്നു വന്നാലും വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അത് കാണുന്ന ദൈവമാകൊണ്ട് കണ്ട് സംസാരിക്കുന്നവനാണല്ലോ നീ. കർത്താവ് നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവ് ശ്രേഷ്ഠമായ ദിവസങ്ങൾ വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്, നല്ല ദിവസങ്ങൾ വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചാലും ശരി, കർത്താവെ, ഞങ്ങൾക്ക് ശത്രുക്കളില്ലാത്ത രീതിയിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ സുരക്ഷിതമായി കാക്കുകയും ചെയ്യാൻ പോകുന്നതോർത്ത് സ്തുതിക്കുന്നു. വളരെ ശ്രേഷ്ഠമായ സന്ദേശം നീ നൽകിയല്ലോ. നിന്റെ ദൃഷ്ടി എല്ലായ്പ്പോഴും ഞങ്ങളുടെ മേലാണല്ലോ. ഞങ്ങൾക്കൊരു ദോഷവും തട്ടാതെ കാക്കുവാൻ കഴിയുന്ന മഹാദൈവമാകുന്നുവല്ലോ നീ. അതോർത്ത് നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. രാജാവേ, വ്യക്തിപരമായിട്ട് ആരൊക്കെയാണോ അവരുടെ പലവിധ പ്രശ്നങ്ങളെ നിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് അവർക്ക് സമാധാനം കൊടുക്കണമേ. അവരെയും അവരുടെ കുടുംബത്തെയും കുട്ടികളെയും പ്രത്യേകമായി ദർശിച്ച് കാക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address: Calvary, Post Box number 30, Kukatpalli, Hyderabad 72.